ഗോർജിയസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പി വി സിൽക്ക് അറിയാലോ, നമുക്ക് നല്ല തണുപ്പ് ഫീലിംഗ് ഉള്ള ആൻഡ് ഒരുപാട് ഡിസൈൻസ് നമ്മൾ പി വി സിൽക്കെന്നും റോവൻ സിൽക്കെന്നും പി വി ചന്തേരി എന്നൊക്കെ പറഞ്ഞ ആ സെയിം ഫാബ്രിക് ആണ്. അതിലിതുണ്ടോ വർക്ക് നോക്കിയാൽ വളരെ ഹെവി വർക്കാണ്. വൈ ഷേപ്ഡ് നെക്ക് ചെയ്തിട്ട് അതിൽ വളരെ ഹെവി വർക്ക് കൊടുത്തേക്കുന്നു. ആൻഡ് അതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും വളരെ ഹെവിയാണ്. 4 കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കണ്ടില്ല, ഇത്രയും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന 4 കളർ ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ ഓവറോൾ ലുക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ആൻഡ് ടോണിൽ ഒരു കൈൻഡ് ഓഫ് സെറി എംബ്രോയ്ഡറി ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബോർഡർ നോക്കി ഓൾമോസ്റ്റ് ഒരു 7 ഇഞ്ച് വളരെ ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു ബോർഡറാണ്. അതും വിത്ത് സ്കലപ്പ് ബോർഡർ. ബാക്കി പോർഷനുള്ള സെറീസ് കൊണ്ട് ചെറിയ ചെറിയ ഡയമണ്ട് ഫോംസിലുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡാണ് വളരെ തിക്ക് ബോർഡർ. ആ ഒരു സെയിം കൈൻഡ് വർക്ക് തന്നെയാണ് അതിൻ്റെ നെക്കിലും ചെയ്തേക്കുന്നത്. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആണ് ആൻഡ് ഫങ്ഷൻ വിയർ ആണ് ഇത് വന്നിട്ട്. ഈ ഫാബ്രിക് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ഡിസൈൻസിൽ ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരു തണുപ്പ് ഫീലിംഗ് ഉണ്ട്. അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. ആൻഡ് സെയിം ഫാബ്രിക് തന്നെയാണ് ടോപ്പിനും ദുപ്പട്ടയ്ക്കും കൊടുത്തേക്കുക. ബോട്ടം സെയിം കളറിൽ സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം, നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്ന ഫാബ്രിക് ആണ്. ഇതിൻ്റെ റേറ്റ് 1480 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത കളർ ഷെയ്ഡ് വന്നേക്കുന്നത് ഉണ്ടല്ലേ, നല്ല വിത്തും ലെങ്തും ഉണ്ട്. ആൻഡ് ഒരു സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കാണിച്ചാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ സെമി സ്റ്റിച്ച്ഡ് ഫോമിലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നുണ്ട്. ഒരു വൈ പോലെ അതിൻ്റെ ബോർഡേഴ്സ് ഇതുപോലെ ക്രോഷ്വോ ലേസ് ചെയ്തിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിനകത്ത് ഈ ഹെവി ആയിട്ട് ഈ ഒരു സെറി സ്റ്റൈൽ വർക്ക് കൊടുത്തേക്കുന്നത്. ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഈ കളറിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയുടെ ബോർഡർ ഉണ്ടോ, വളരെ ഹെവി ആയിട്ട് ഇതിൽ കുറേ, അതായത് ഈ പോർഷനിൽ തന്നെ ഒരു 3-4 സ്കാലപ്പ് ബോർഡേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 ബോർഡേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴാണ് ഈ ഒരു ഫ്ലോറൽ സ്റ്റൈലിലുള്ള ഒരു തിക്ക് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ബാക്കി പോർഷനിൽ ഈ ഡയമണ്ട് സ്റ്റൈലിലുള്ള വർക്കാണ്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റും ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. നല്ല തിക്ക് വർക്ക്, ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ആൻഡ് വളരെ കംഫർട്ടബിൾ ഫാബ്രിക്. ലിമിറ്റഡ് കളർ ഷെയ്ഡും ലിമിറ്റഡ് പീസസുമാണ് ഈ ഡിസൈനിൽ വന്നിരിക്കുന്നത്. റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത ഷെയ്ഡ് നല്ലൊരു നെവി ബ്ലൂ കളർ ഷെയ്ഡാണ്. ആൻഡ് സെയിം ഫാബ്രിക്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും വളരെ മൂവിങ് ആയിട്ട് പോകുന്ന ഫാബ്രിക്കാണ്. ഒത്തിരി പേര് ഈ ഫാബ്രിക്കിൽ പാച്ച് വർക്ക്, നമ്മൾ വിചിത്രയിൽ പാച്ച് വർക്ക് ആ ഒരു പാച്ച് വർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൻ്റെ എല്ലാം ഇഷ്യൂ ഞാൻ പറഞ്ഞായിരുന്നു. വിചിത്രയിൽ മാത്രമേ നമുക്ക് സെയിം മാച്ചിങ് കളേഴ്സ് കിട്ടുള്ളൂ. ഈ ഫാബ്രിക്കിലൊന്നും ആ കളേഴ്സ് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാബ്രിക്കിൽ കൊടുക്കാത്തത്. എപ്പോഴും ഭയങ്കര ഡിമാൻഡിൽ നിൽക്കുന്ന ഫാബ്രിക്കാണ്. ആ ഒരു ഫാബ്രിക്കിലാണ് ഇത്രയും ഹെവി വർക്ക് ചെയ്തിരുന്നത്. നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. വളരെ ഹെവി വർക്കാണ് ആൻഡ് ലിമിറ്റഡ് കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിലും സെയിം കളർ സാൻഡൂൺ ബോട്ടം, എല്ലാം ടോൺ ടു ടോൺ ചാർട്ടാണ്. കൂടുതലായിട്ടും എല്ലാവർക്കും സെയിം കളർ ടോപ്പ് ദുപ്പട്ട ബോട്ടമാണ് മൂവിങ് ആയിട്ട് വരുന്നത്. ചില ഡിസൈൻസിൽ നമ്മൾ കോൺട്രാസ്റ്റ് ചോദിച്ചവർക്ക് ഈ ദിവസങ്ങളൊക്കെ കോൺട്രാസ്റ്റിങ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കമ്മിങ് ഡേയ്സിൽ ഇതുപോലെ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മിസ് ചെയ്ത വീഡിയോസ് കാണുക. പിന്നെ നിങ്ങൾക്കുള്ള സജഷൻസും അറിയിക്കുക. 1480 ആണ് പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.